ഹലോ, ഇന്നത്തെ വീഡിയോ നവംബറിലെ മന്ത്ലി പ്ലാനറാണ്. സാധാരണ പറയും പോലെ തന്നെ എല്ലാ തവണയും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കാറുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്ന പ്രോസസ്സ് കൂടി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ടെങ്കിലും പതിവ് പോലെ തന്നെ നമുക്കത് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഏതൊക്കെ പേജസ് ആണ് നമ്മുടെ മന്ത്ലി പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, തീം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തവണ നമ്മൾ തീമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ബുക്സാണ്. നവംബറിൽ റീഡിങ്ങിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഈ വർഷം വായിച്ച് തീർക്കണമെന്ന് വിചാരിച്ചിരുന്ന പല ബുക്സും ഞാൻ വായിച്ച് തീർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മന്ത് റീഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ബുക്സൊക്കെ വായിച്ച് തീർക്കാനായിട്ട്, എല്ലാ ബുക്സും അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ബുക്സെങ്കിലും വായിച്ച് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിങ് അല്ലെങ്കിൽ ബുക്സാണ് ഈ മന്തിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബുക്സിൻ്റെ ഇല്ലസ്ട്രേഷനാണ് കവർ പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചർ വരച്ചിരിക്കുന്നത് ഡ്രോയിങ് പെൻ കൊണ്ടാണ്, എന്നിട്ട് ബ്രഷ് പെൻ കൊണ്ട് കളർ ചെയ്തിരിക്കുന്നു. പെയിൻറ്റ് കൊണ്ട് കളർ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുമായിരുന്നു. വാട്ടർ കളറോ വല്ലതും യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരുമായിരുന്നു. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നവംബർ എന്ന് എഴുതിയിരിക്കുന്നത് ജെൽ പെൻ കൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് താഴെ ചെറിയൊരു മന്ത്ലി കലണ്ടർ, നമ്മളെല്ലാ പ്രാവശ്യവും ഇത് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഒരു മന്ത്ലി കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കവർ പേജ്. വലിയ കാര്യമായിട്ട് വരക്കാനൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്നൊരു പിക്ചറാണ്. ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ നമുക്ക് ഗൂഗിളിലും പിൻട്രസ്റ്റിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കവർ പേജ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട തീമിൽ കവർ പേജ് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ ഗോൾസ് എഴുതാനുള്ള പേജാണ്. അവിടെ പേഴ്സണൽ ആൻഡ് കരിയർ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഗോൾസ് എഴുതാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ് മാത്രം 5 ഗോൾസ് വീതം എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസാണ് അവിടെ ഉള്ളത്. ഈ ഒരു പേജിലും നമ്മൾ സാധാരണ ജെൽ പെൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് ഫേക്ക് കാലിഗ്രഫി ചെയ്തുകൊണ്ട് ഒന്ന് കട്ടിയാക്കി ലെറ്റേഴ്സിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ സാധാരണ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഈ മന്ത്ലി പ്ലാനർ ചെയ്യുന്ന സമയത്ത് വീക്ക്ലി സ്പ്രെഡിന് വേണ്ടിയിട്ട് സ്പേസ് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്ക് എഴുതിയിരിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് മിക്കവാറും എഴുതാതിരുന്നത്. ശരിക്കും ഒരു പ്ലാനറിൽ വീക്ക്ലി പ്ലാനിങ് സെറ്റപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ആ മാസം നല്ല പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു ഇത്തിരി സമയം കളഞ്ഞാലും കുഴപ്പമില്ല, വീക്ക്ലി സ്പ്രെഡിന് കൂടി കുറച്ച് സ്പേസ് കൊടുക്കണം എന്ന്. അങ്ങനെയാണ് ഇത്തവണ വീക്ക്ലി സ്പ്രെഡ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മളിവിടെ കാണുന്നത് ഫസ്റ്റ് വീക്കാണ്. സൈഡിലായിട്ട് നവംബറിൻ്റെ ഒരു കലണ്ടറും പിന്നെ ആ ദിവസം ആ വീക്കിലുള്ള ആദ്യത്തെ വീക്കിലുള്ള ഞായറാഴ്ച വരെയുള്ള എല്ലാ ഡേയ്സും എഴുതി വെച്ചിട്ടുണ്ട്. 5 ഡേയ്സാണ് ആ വീക്കിലുള്ളത്. എന്ന് വെച്ചാൽ നവംബർ തുടങ്ങിയിട്ട് ആദ്യത്തെ സൺഡേ വരെ 5 ദിവസങ്ങളാണുള്ളത്. വെനസ്ഡേ ആണ് 1-ാം തീയതി. അപ്പോൾ ആ രീതിയിൽ 5 ദിവസങ്ങൾക്കുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീക്ക് 1 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഷ് പെൻസും അതുപോലെ തന്നെ ജെൽ പെൻസും ഒക്കെയാണ്. സൈഡിലായിട്ട് ബുക്കാണ് നമ്മുടെ തീം. അതുകൊണ്ട് തന്നെ ബുക്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ബുക്സായിട്ട് എത്രത്തോളം അത് തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ബുക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പിക്ചർ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പോലെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ വീക്ക്ലി സ്പ്രെഡിലും ഉള്ളത്. സെക്കൻഡ് വീക്കിൽ 7 ദിവസവും കൊടുത്തിട്ടുണ്ട്. തേർഡ് വീക്കിലും അതുപോലെ തന്നെ 7 ദിവസവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർത്ത് വീക്കിലും 7 ദിവസവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 5th വീക്ക് ആകുമ്പോഴേക്കും വീണ്ടും ഒരു 4 ദിവസമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആ 4 ദിവസവും അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജ് കൊണ്ട് നമ്മുടെ വീക്ക്ലി സ്പ്രെഡ് തീരുകയാണ്. പിന്നെ ഈ വീക്ക്ലി സ്പ്രെഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും എന്താണ് പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ആ ദിവസത്തിൻ്റെ ഡേറ്റ് മാത്രം കൊടുത്തിട്ട് ആ പ്രധാനപ്പെട്ട ടാസ്ക്, അന്ന് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, അല്ലെങ്കിൽ അന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഓർത്ത് വയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എഴുതാനുള്ള സ്പേസാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോളം പോലെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് 3 ഡോട്ട്സ് വീതം ചെറിയ ബോക്സസ് പോലെ വരച്ചിരിക്കുന്നത് ആ ദിവസം ചെയ്യേണ്ട, അതാത് ദിവസം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടാസ്ക് എഴുതാനുള്ള സ്പേസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഡീറ്റെയിലായിട്ട് എഴുതാൻ താല്പര്യമില്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനർ മാത്രം ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മതിയാകും. വേറെ ടു ഡു ലിസ്റ്റ്, നീണ്ടൊരു ലിസ്റ്റൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടാസ്ക് നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീക്ക്ലി സ്പ്രെഡ്. അങ്ങനെ ഈ 5 വീക്കിൻ്റെ ആ വീക്ക്ലി സ്പ്രെഡ് കഴിയുമ്പോൾ ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ സാധാരണ ഞാൻ കൊടുക്കാത്ത ഒരു ട്രാക്കറാണ് മൂഡ് ട്രാക്കർ. ചില പ്ലാനേഴ്സിൽ എഴുതിയിട്ടുണ്ട്, എന്നിരുന്നാലും മിക്കവാറും ഞാനത് അവോയ്ഡ് ചെയ്യാറുണ്ട്.
ഞാൻ അത്യാവശ്യം മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂഡ് ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ അധികം ദിവസങ്ങളിൽ ഞാൻ അത്ര ആക്റ്റീവായിട്ടിരിക്കുന്നിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ഡള്ളായിരുന്നു എന്നൊക്കെ പിന്നീട് ആ മന്തിൻ്റെ അവസാനം എടുത്ത് നോക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പറയുന്ന മൂഡ് സ്വിങ്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൂഡ് ട്രാക്കർ സാധാരണ കൊടുക്കാത്തത്. പക്ഷേ ഞാൻ ഇത്തവണ വിചാരിക്കുകയാണ് മൂഡ് ട്രാക്കർ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്കത് കണ്ടിട്ട് നമ്മുടെ മൂഡിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മാസം ഞാൻ എങ്ങനെയാണ് ചിലവഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മാസം എൻ്റെ മൂഡ് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് ട്രാക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂഡ് ട്രാക്കറിനും പതിവ് പോലെ തന്നെ ബുക്സിൻ്റെ തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബുക്സ് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഷെൽഫ് പോലെ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് ബുക്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് മൂഡ് ട്രാക്കർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റും അതുപോലെ തന്നെ മൂഡ് കാണിക്കാനായിട്ടുള്ളൊരു ബോർഡും. പ്രധാനമായിട്ടും ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഡള്ളായിട്ടുള്ളൊരു ഫീലിങ്ങും സാഡ്നെസ്സും ഒക്കെയാണ് എൻ്റെ ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആ 3 മൂഡ്സ് മാത്രമേ ട്രാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആംഗ്രി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടെൻസ്ഡ് ആയിട്ടുള്ളതോ ഒക്കെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതുമൊക്കെ മൂഡ് ട്രാക്കറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയും നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂഡ് ട്രാക്കർ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാത്തൊരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കർ. വീക്ക്ലി സ്പ്രെഡോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള സ്പേസോ ഒക്കെ വിട്ടാലും ശരി, അല്ലെങ്കിൽ മൂഡ് ട്രാക്കറൊക്കെ ഒഴിവാക്കിയാലും ഹാബിറ്റ് ട്രാക്കർ എന്തായാലും കൊടുക്കാറുണ്ട്. കാരണം ഹാബിറ്റ് ട്രാക്കർ എനിക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സാധാരണ ഒരു 4-5 ഹാബിറ്റ്സ് മാത്രമേ ഞാൻ ട്രാക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു ചെറിയ കുറച്ചധികം കാര്യങ്ങൾ എഴുതി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷേ എനിക്ക് പലപ്പോഴും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. എന്നിരുന്നാലും ഇത്തവണ എഴുതിയിരിക്കുന്ന ഹാബിറ്റ്സ് ഒന്നും അങ്ങനെ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല അതിൽ ചിലതെങ്കിലും എന്തായാലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ എല്ലാം ഒന്ന് എഴുതി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 8 ഹാബിറ്റ്സോളം ട്രാക്ക് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ എന്ന മുകളിൽ സാധാരണ ജെൽ പെൻ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഒരു വിൻഡോയുടെ പിക്ചറും അതുപോലെ തന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും കുറച്ച് ബുക്സൊക്കെ നിർത്തി വെച്ചിരിക്കുന്നതായിട്ട് തോന്നാൻ വേണ്ടി ഒരു ഇമേജും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോട്ട എഴുതി വെച്ചിട്ടുണ്ട്, സക്സസ് കംസ് ഫ്രം വാട്ട് യു ഡു കൺസിസ്റ്റൻ്റ്ലി. ഇത് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ്. ഈ കോട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് ഹാബിറ്റ് ട്രാക്കറിൻ്റെ ഒപ്പം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി അതും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ മന്ത്ലി പ്ലാനറിലുള്ളത്. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും കാണിക്കുന്നത് പോലെ തന്നെ ഡോട്ടഡ് നോട്ട്ബുക്കാണ്. അപ്പോൾ സാധാരണ നോട്ട്ബുക്കിലായിരുന്നാലും നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യാം. ഡോട്ടഡ് നോട്ട്ബുക്ക് വേണം എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ പെയിൻറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത പേപ്പറൊക്കെ ആണെങ്കിൽ അത് സൂക്ഷിച്ച് മാത്രം പെയിൻറ്റ് ചെയ്യുക. സാധാരണ നോട്ട്ബുക്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കളർ പെൻസിൽസ് യൂസ് ചെയ്താൽ മതി. ഇതേ പിക്ചേഴ്സ് തന്നെ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഒരു 100 പേജസിൻ്റെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ മന്തും ഇതുപോലെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പ്രാവശ്യത്തെ മന്ത്ലി പ്ലാനർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.